പ്രണയത്തിലും വിവാഹ ജീവിതത്തിലും ഇരകളാകപ്പെടുന്നത് പലപ്പോഴും സ്ത്രീകളാണ്. ഭർത്താക്കന്മാരുടെ സംശയം, സ്ത്രീധന വിഷയം, അടിമത്ത മനോഭാവം, ഇതെല്ലാം സഹിച്ച് ജീവിക്കേണ്ട ഗതികേട്. ഒടുവിൽ ഭർത്താവിൻ്റെ കൊലക്കത്തിക്ക് ഇരയായി തീരുകയോ സ്വയം ജീവിതം അവസാനിപ്പിക്കുകയോ ചെയ്ത ഒട്ടേറെ യുവതികളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. 2 പതിറ്റാണ്ട് മുൻപ് സംശയം കാരണം ഭാര്യയെ 1.5 വയസ്സുള്ള മകളുടെ മുന്നിലിട്ട് കൊലപ്പെടുത്തിയ ആലപ്പുഴയിലെ കുട്ടിക്കൃഷ്ണൻ്റെ ക്രൂരത മലയാളികളുടെ മനസ്സാക്ഷിക്കേറ്റ മുറിവാണ്. 2004 നടന്ന ജയന്തി കൊലക്കേസിൽ ഭർത്താവിന് തൂക്കുകയർ വിധിച്ച ദിവസമാണിത്. ഇതോടൊപ്പമാണ് തിരുവനന്തപുരം കൊളച്ചലിലെ ഇന്ദുജിയുടെ മരണവാർത്ത കേട്ടത്. നവവധുവിനെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ചതിൽ കണ്ടെത്തിയതിൽ പല ദുരൂഹതകളുമുണ്ട്. എന്താണ് ഇന്ദുജയ്ക്ക് സംഭവിച്ചത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. പെൺമക്കളെ നല്ല നിലയിൽ വിവാഹം കഴിപ്പിച്ചയക്കണമെന്നത് നമ്മുടെ നാട്ടിലെ മാതാപിതാക്കളുടെ വലിയ സ്വപ്നമാണ്. തിരുവനന്തപുരം കുളച്ചലിലെ ഇന്ദുജിയുടെ അച്ഛനും അമ്മയും പ്രതീക്ഷയോടെയാണ് മകളെ വളർത്തി വലുതാക്കിയത്. അതിനിടെ അഭിജിത്ത് എന്ന യുവാവുമായി അവളുടെ പ്രണയം, പിന്നീട് വീട്ടുകാരറിയാതെ വിവാഹം. എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും മകളെ ഒത്തിരി സ്നേഹിച്ചിരുന്ന ആ അച്ഛനും അമ്മയ്ക്കും അവളെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റുമായിരുന്നില്ല. എന്നാൽ വിവാഹശേഷം ഇന്ദുജയെ ഭർത്താവ് സ്വന്തം വീട്ടിൽ പോകാൻ പോലും വിലക്കി. ഒടുവിൽ അവളുടെ മരണത്തോടെയാണ് പല സത്യങ്ങളും കുടുംബം അറിയുന്നത്. പാലോട് ഭർത്തൃവീട്ടിൽ നവവധു ആത്മഹത്യ ചെയ്ത സംഭവം കൊലപാതകമെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. സംഭവത്തിൽ ഭർത്താവ് അഭിജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസമാണ് കൊളച്ചൽ കൊന്നമൂട് സ്വദേശിനിയായ ഇന്ദുജയെ പാലോട്ടെ ഭർത്താവ് അഭിജിത്തിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 3 മാസം മുമ്പാണ് സ്വകാര്യ ലാബിലെ ജീവനക്കാരിയായ ഇന്ദുജയും അഭിജിത്തും പ്രണയവിവാഹിതരായത്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് പരാതിയുമായി ഇന്ദുജയുടെ കുടുംബം രംഗത്തെത്തിയത്. ഈ കക്ഷി അഭിജിത്ത് എന്ന് പറഞ്ഞ കക്ഷി എൻ്റെ മോളെ പിടിച്ചോണ്ട് 4 മാസമായി. 4 മാസമായിട്ട് മോള് വീട്ടിൽ വരുമായിരുന്നു. വീട്ടിൽ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് അവളെ ദേഹത്ത് മൊത്തം മുറിവും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ അഭിജിത്ത് എന്ന് പറഞ്ഞ എൻ്റെ മോളെ ഭർത്താവ് അവളെ ഉപദ്രവിച്ച് കെട്ടിത്തൂക്കി കൊന്നു. ഒരു കാരണവശാലും എൻ്റെ ചേച്ചി ഇങ്ങനെ ചെയ്യൂല. എന്ത് വിഷയമുണ്ടെങ്കിൽ അവൾ എൻ്റെ അടുത്ത് പറയണതാണ്. 4 മാസമല്ലേ അയാൾ അങ്ങ് പോയിട്ട്. അത് ഇത്രയും വിഷയം ഉണ്ടെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ വീട്ടിൽ വരായിരുന്നു. നമുക്ക് വീട്ടിൽ അല്ലെങ്കിൽ എന്നെ വിളിച്ച് പറയാമെങ്കിലും ചെയ്യായിരുന്നു. എന്തിനാണ് അറിഞ്ഞൂടാ. എന്തായാലും എനിക്ക് നല്ല സംശയമുണ്ട്. അവരെ വീട്ടുകാർ തന്നെയാണ് കുഴപ്പം. ആരും ഒന്നും ചെയ്യാതെ അവൾ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാറില്ല. ഇതിനേക്കാളും വലിയ പ്രശ്നം വന്നിട്ടുണ്ട്. എന്നിട്ട് അത് അവള് മടി കറന്ന് പോയിട്ടുണ്ട്. നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ ഇൻക്വസ്റ്റിൽ മുറിവേറ്റ പാടുകൾ ശരീരത്തിൽ കണ്ടെത്തിയതായാണ് സൂചന. ഭർത്താവ് അഭിജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ച് ഒരു തീരുമാനത്തിലെത്തും. അല്ല, അതെല്ലാം എഴുതിയിട്ടുണ്ട്. ഉള്ള കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. RDO ആണ്. പ്രാഥമിക അന്വേഷണത്തിൽ ഇതൊരു മർഡറാണ് അങ്ങനെ എന്തെങ്കിലും? അല്ല, അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അന്വേഷണം നടന്നതിന് ശേഷം പറയാം. അസ്വാഭാവിക മരണത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനിൽ വെളിവാകുന്ന കാര്യങ്ങൾ വെച്ചിട്ടുള്ള നടപടികളുണ്ടാവും. വീട്ടിലെ കിടപ്പുമുറിയിലെ ജനാലയിൽ കെട്ടിത്തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടതെന്നാണ് അഭിജിത്ത് പോലീസ് നൽകിയ മൊഴി. വിശദമായ അന്വേഷണം വേണമെന്നാണ് പോലീസ് നിലപാട്. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ മരവിപ്പിച്ച മാന്നാർ ജയന്തി വധക്കേസ് ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും. 1.5 വയസ്സുള്ള മകളുടെ മുന്നിലിട്ട് ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം നടന്നത് 2004 സംശയത്തെ തുടർന്നാണ് മാന്നാർ സ്വദേശി കുട്ടിക്കൃഷ്ണൻ വീടിനുള്ളിൽ വെച്ച് ഭാര്യ ജയന്തിയെ തലയറുത്ത് കൊലപ്പെടുത്തിയത്. ആ ദാരുണമായ സംഭവം നടന്ന് 2 പതിറ്റാണ്ടിന് ശേഷം
പ്രതി കുട്ടിക്കൃഷ്ണന് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നു. കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതിയെ 2023 വീണ്ടും പിടികൂടിയത്. ഇതിന് പിന്നാലെയാണ് മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കേസിൽ വിചാരണ നടത്തുകയും പ്രതിക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏപ്രിൽ 2 പകൽ 3 കേസിനാസ്പദമായ സംഭവം. 1.25 വയസ്സുള്ള മകളുടെ മുന്നിലിട്ടായിരുന്നു പ്രതിയുടെ ക്രൂരത. ഭാര്യയെ സംശയമായിരുന്ന കുട്ടിക്കൃഷ്ണൻ വീട്ടിനുള്ളിൽ വെച്ച് ജയന്തിയെ കറിക്കത്തി, ഉളി, ചുറ്റിക എന്നിവ ഉപയോഗിച്ച് തലയറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവത്തിന്റെ തൊട്ടടുത്ത ദിവസം കുട്ടിക്കൃഷ്ണൻ മാന്നാർ പോലീസ് സ്റ്റേഷനിലെത്തി ഭാര്യ മരിച്ച വിവരം അറിയിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിക്കൃഷ്ണനാണ് കൊലപാതകം നടത്തിയതെന്ന് തെളിഞ്ഞത്. ജാമ്യം ലഭിച്ച ശേഷം ഒളിവിൽ പോയ പ്രതിയെ 2023 വീണ്ടും പിടികൂടിയത്. മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 1 ജഡ്ജി VG ശ്രീദേവിയാണ് പ്രതിയെ ശിക്ഷിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി ഗവൺമെന്റ് പ്ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായ PV സന്തോഷ് കുമാർ ഹാജരായി. മാന്നാർ. ചില വാർത്തകൾ കേൾക്കുമ്പോൾ പെൺമക്കളുള്ള മാതാപിതാക്കളുടെ ഉള്ളിൽ വലിയ ആശങ്കയുണ്ടാകാം. എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ പെൺകുട്ടികൾ പ്രണയക്കെണിയിൽ വീഴുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അതേ തുടർന്ന് അവർ ലൈംഗിക ചൂഷണത്തിന് ഇരകളാവുകയും ഗർഭിണിയാക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഇപ്പോൾ പതിവായി കേൾക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ 17കാരി ഒരു കുഞ്ഞിന് ജന്മം നൽകിയതിന് പിന്നാലെയാണ് സംഭവം പുറം ലോകം അറിയുന്നത്. കേസിൽ പെൺകുട്ടിയുടെ സുഹൃത്തിനെ പോലീസ് പിടികൂടി. പോക്സോ വകുപ്പ് പ്രകാരമാണ് പത്തനംതിട്ട സ്വദേശി ആദിത്യനെ അറസ്റ്റ് ചെയ്തത്. വയസ്സുകാരിയായ പെൺകുട്ടിയും സുഹൃത്തായ ആദിത്യനും പ്രണയത്തിലായിരുന്നു. പിന്നീട് ഇരുവരും ഒരുമിച്ച് താമസിച്ചു വരികയായിരുന്നു. തുടർന്നാണ് പെൺകുട്ടി അമ്മയായത്. 8 മാസം പ്രായമുള്ള ഒരു കുഞ്ഞും ഇവർക്കുണ്ട്. പെൺകുട്ടി ഗർഭിണിയായ വിവരം വീട്ടുകാർ രഹസ്യമായി വെക്കുകയായിരുന്നു. ചൈൽഡ് ലൈൻ അധികൃതർക്ക് ലഭിച്ച രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. തുടർന്ന് പെൺകുട്ടിയെ ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുഹൃത്തായ ആദിത്യനെതിരെ പോക്സോ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തത്. മുൻപും ഒരു പീഡനക്കേസിലെ പ്രതിയാണ് അറസ്റ്റിലായ ആദിത്യൻ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ഗർഭിണിയായ വിവരം മറച്ചുവെച്ച പെൺകുട്ടിയുടെ മാതാവിനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. അറസ്റ്റിലായ ആദിത്യൻ സ്വകാര്യ ബസ്സിലെ ജീവനക്കാരനാണ്. ന്യൂസ് 18 പത്തനംതിട്ട. പ്രണയം നടിച്ച് ലൈംഗിക ചൂഷണം ചെയ്യുന്നവർ മാത്രമല്ല, സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്ന ചില ബിരുദന്മാരും നമ്മുടെ നാട്ടിലുണ്ട്. കാമുകിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി യുവാവ് തട്ടിയെടുത്തത് 2.5 കോടി രൂപയാണ്. കേൾക്കുമ്പോൾ പലർക്കും ഞെട്ടലുണ്ടായി കാണുമല്ലേ? നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ നിന്നാണ് കാമുകൻ്റെ ചതിയെക്കുറിച്ചുള്ള വാർത്ത വന്നത്. 20കാരിയുടെ പരാതിയിൽ കാമുകൻ മോഹൻകുമാറിനെ ബംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തു. പണത്തിന് പുറമെ ആഭരണങ്ങളും ആഡംബര വാഹനവും ഇയാൾ തട്ടിയെടുത്തിരുന്നു. യുവതിയും മോഹൻകുമാറും ബോർഡിംഗ് സ്കൂളിൽ വെച്ചാണ് കണ്ടുമുട്ടിയത്. ഇരുവരും സഹപാഠികളും സുഹൃത്തുക്കളുമായിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടലിന് ശേഷമാണ് ഇവരും പ്രണയിതാക്കളായത്. മോഹൻകുമാർ യുവതിക്ക് വിവാഹ വാഗ്ദാനം നൽകിയതിനെ തുടർന്ന് ഇരുവരും ഒരുമിച്ച് ധാരാളം യാത്ര ചെയ്തിരുന്നു. ഈ സന്ദർഭങ്ങളിലാണ് പ്രതി യുവതിയുമൊത്തുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയത്. പിന്നീട് ഈ ദൃശ്യങ്ങൾ കാണിച്ച് യുവതിക്ക് നേരെ ഭീഷണി ഉയർത്തുകയായിരുന്നു.
താൻ ആവശ്യപ്പെടുന്ന പണം തന്നില്ലെങ്കിൽ ദൃശ്യങ്ങളെല്ലാം പുറത്തുവിടുമെന്ന് പറഞ്ഞാണ് യുവാവ് ഭീഷണി മുഴക്കിയത്. ഇതിൽ ഭയന്ന യുവതി മുത്തച്ഛന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ആരും അറിയാതെ 1.25 കോടി രൂപ പിൻവലിച്ച് മോഹൻകുമാർ നൽകിയ അക്കൗണ്ടുകളിലേക്ക് അയച്ചു. ഭീഷണികൾ തുടർന്നപ്പോൾ പലപ്പോഴായി 1.32 കോടി രൂപ കൂടി യുവതി പ്രതിക്ക് കൈമാറി. തുടർന്ന് മോഹൻകുമാർ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഇതേ തുടർന്ന് വില കൂടിയ വാച്ചുകളും ആഭരണങ്ങളും ആഡംബര കാറും യുവതി പ്രതിക്ക് നൽകി. ഇതിലൊന്നും നിർത്താതെ കൂടുതൽ ആവശ്യങ്ങൾ തുടർന്നുകൊണ്ടിരുന്നപ്പോൾ യുവതി ധൈര്യം സംഭരിച്ച് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. മോഹൻകുമാറിന്റേത് ഒരു ആസൂത്രിത കുറ്റകൃത്യമായിരുന്നുവെന്നും 2.57 കോടി രൂപയാണ് ഇയാൾ തട്ടിയെടുത്തതെന്നും ബംഗളൂർ പോലീസ് വ്യക്തമാക്കി. ഇതിൽ 80 ലക്ഷം രൂപ കണ്ടെടുത്തതായും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 ബംഗളൂരു. തായ്ലാൻഡിൽ 1 ലക്ഷം രൂപ ശമ്പളമുള്ള ജോലി, ഉയർന്ന ജീവിത നിലവാരം, ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ കേൾക്കുമ്പോൾ പല മലയാളി യുവാക്കളും തായ്ലാൻഡിലേക്ക് പറന്നാലോ എന്ന് ആലോചിക്കും. എന്നാൽ ഇതിൻ്റെ മറവിലെ ചതിയെക്കുറിച്ച് കൂടി നിങ്ങൾ അറിയണം. മലപ്പുറം സ്വദേശിയായ അജ്മൽ എന്ന യുവാവ് ഇങ്ങനെ പരസ്യം കണ്ട് 1.5 ലക്ഷത്തോളം രൂപ കൊടുത്ത് വിദേശത്തേക്ക് പോയതാണ്. എന്നാൽ ചെന്നുപെട്ടത് കംബോഡിയയിലെ സൈബർ തട്ടിപ്പ് കേന്ദ്രത്തിൽ. ചതി മനസ്സിലാക്കി അവിടെ നിന്നും രക്ഷപ്പെട്ടെത്തിയ അജ്മലും സംഘവും പോലീസിൽ പരാതി നൽകി. കേസിൽ കംബോഡിയയിലെ കമ്പനിയിലേക്ക് ആളുകളെ എത്തിക്കുന്ന പ്രധാനി പോലീസിൻ്റെ പിടിയിലായി. മലപ്പുറം സ്വദേശി നസുദ്ദീൻ ഷായെ നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴി നാട്ടിലേക്ക് മടങ്ങവെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പൊന്നാനി സ്വദേശിയായ MT ഇബ്രാഹിമിന്റെ മകൻ അജ്മലിന്റെ പരാതിയിലാണ് പ്രതി പിടിയിലായത്. നിരവധി യുവാക്കളാണ് ഇവരുടെ തട്ടിപ്പിനിരയായത്. 1 ലക്ഷത്തോളം രൂപ ശമ്പളമുള്ള ജോലി വാഗ്ദാനം ചെയ്താണ് ഇരകളെ സംഘം വലയിലാക്കിയത്. തായ്ലൻഡിലെ പരസ്യ കമ്പനിയിൽ ജോലി വാഗ്ദാനം ചെയ്താണ് യുവാക്കളെ തട്ടിപ്പ് സംഘം കബളിപ്പിച്ചത്. യുവാക്കൾ തായ്ലൻഡിലേക്ക് യാത്ര തിരിച്ചു. ഇവരിൽ നിന്ന് 1.5 ലക്ഷം രൂപയും സംഘം കൈപ്പറ്റിയിരുന്നു. എന്നാൽ തായ്ലൻഡിനു പകരം കംബോഡിയയിലെ സൈബർ തട്ടിപ്പ് കേന്ദ്രത്തിലേക്കാണ് യുവാക്കളെ എത്തിച്ചത്. നിരവധി പേരാണ് ഇപ്പോഴും കംബോഡിയയിൽ കുടുങ്ങിക്കിടക്കുന്നത്. അജ്മൽ ഉൾപ്പെടെ തട്ടിപ്പിനിരയായ ചിലർ സംഘത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലെത്തുകയും ചെയ്തിരുന്നു. ഇരയായവരിൽ നിന്നും $2000 വെച്ച് സംഘം കൈക്കലാക്കിയതായാണ് വിവരം. മനുഷ്യക്കടത്ത്, തടവിൽ പാർപ്പിക്കൽ, പണത്തിനു വേണ്ടി തട്ടിക്കൊണ്ടുപോകൽ, ദേഹോപദ്രവം ഏൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. പ്രതിക്കെതിരെ കേരളത്തിലെ മറ്റു ജില്ലകളിലും സമാന രീതിയിലുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ. കുവൈത്തിലെ ബാങ്കിൽ നിന്ന് ലക്ഷങ്ങളും കോടികളും വായ്പയെടുത്ത് മുങ്ങിയ മലയാളികളെക്കുറിച്ചുള്ള വാർത്ത പലരും നടുക്കത്തോടെയാണ് കേട്ടത്. ഗൾഫ് രാജ്യങ്ങളിൽ മലയാളികളുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയ സംഭവം. വായ്പയെടുത്തവരിൽ എല്ലാവരുടെയും ലക്ഷ്യം തട്ടിപ്പല്ലെന്നാണ് പോലീസിൻ്റെ നിഗമനം. കോവിഡ് കാലത്ത് നാട്ടിൽ കുടുങ്ങിയവരും ജോലി നഷ്ടപ്പെട്ടവരും ഇക്കൂട്ടത്തിലുണ്ട്. എന്നാൽ ബോധപൂർവം വായ്പയെടുത്ത് കടന്നവരെ ചുറ്റിപ്പറ്റി അന്വേഷണം കൂടുതൽ ശക്തമാക്കാനാണ് കേരള പോലീസിൻ്റെ നീക്കം. കോട്ടയം, എറണാകുളം ജില്ലകളിൽ നിന്നുള്ളവരാണ് തട്ടിപ്പ് നടത്തിയവരിൽ കൂടുതലുമെന്നാണ് പുറത്തുവരുന്ന വിവരം. വായ്പകൾ തിരിച്ചടയ്ക്കാൻ ശേഷിയുള്ളവരാണ് മറ്റു രാജ്യങ്ങളിലേക്ക് മുങ്ങിയ പലരുമെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്താനായത്. കുവൈറ്റിൽ മലയാളി സമൂഹത്തിനോട് നല്ല മതിപ്പാണ്. ആ സൽപ്പേരിനെ കളങ്കപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ബാങ്ക് വായ്പയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചതെന്നും നിരീക്ഷണമുണ്ട്. 700 കോടിയോളം രൂപയാണ് 1425 മലയാളികൾ വായ്പയെടുത്ത ശേഷം തിരിച്ചടയ്ക്കാത്ത കണക്കിൽപ്പെട്ടത്. അതേസമയം വായ്പയെടുത്ത എല്ലാവരും തിരിച്ചടയ്ക്കാതെ മുങ്ങിയതല്ലെന്നാണ് പോലീസ് നിഗമനം. കോവിഡ് കാരണം തിരിച്ചുപോകാൻ പറ്റാതായതോടെ വിസ പുതുക്കാൻ പറ്റാത്തവരും പല കാരണങ്ങൾ കൊണ്ട് നാട്ടിൽ കുടുങ്ങിപ്പോയവരുമൊക്കെ ഈ പട്ടികയിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് 20ഓളം കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. എറണാകുളം ജില്ലയിലെ 8 പോലീസ് സ്റ്റേഷനുകളായി 10 കേസുകളുണ്ട്. മൂവാറ്റുപുഴ, കളമശ്ശേരി, പുത്തൻകുരിശ്, വരാപ്പുഴ, ഞാറയ്ക്കൽ, കോടനാട്, ഊന്നുകൽ,
കാലടി എന്നീ 8 പോലീസ് സ്റ്റേഷനിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മറ്റു കേസുകൾ രജിസ്റ്റർ ചെയ്തത് കോട്ടയത്താണ്. ഇപ്പോൾ കേരളത്തിൽ കേസെടുത്തിരിക്കുന്ന ഭൂരിഭാഗവും കോവിഡിന്റെ സമയത്ത് തിരിച്ചു പോകാൻ പറ്റാതെ നാട്ടിൽ കുടുങ്ങിയവരാണ്. പലരും അതുവരെ ലോൺ മുടങ്ങാതെ അടച്ചു വന്നതുമാണ്. എന്നാൽ മറ്റു ചിലർ കോടികൾ ലോൺ നേടിയ ശേഷം വിദേശത്തേക്ക് കുടിയേറിയതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഭൂരിഭാഗം പേരും അമേരിക്ക, കാനഡ, ബ്രിട്ടൻ, അയർലൻഡ്, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലേക്ക് കുടിയേറി. കൈവശമുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇവരെ കണ്ടെത്താനാണ് സംസ്ഥാന പോലീസിന്റെ സഹായം തേടിയിരിക്കുന്നത്. ഗൾഫ് ബാങ്ക് കുവൈറ്റിന്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജറായ മുഹമ്മദ് അബ്ദുൾ വസി കഴിഞ്ഞ നവംബർ 5-ന് കേരളത്തിലെത്തിയതോടെയാണ് വൻ ബാങ്ക് തട്ടിപ്പ് പുറത്തുവരുന്നത്. ന്യൂസ് 18 കൊച്ചി. പഞ്ചായത്ത് ജീവനക്കാർ ചമഞ്ഞ് ചില തട്ടിപ്പ് സംഘങ്ങൾ ഗ്രാമങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നുണ്ട്. വ്യാജ തിരിച്ചറിയൽ കാർഡ് കഴുത്തിൽ തൂക്കി കച്ചവടക്കാരെ ഭീഷണിപ്പെടുത്തിയാണ് ഇവർ പണം കവരുന്നത്. എന്നാൽ കൊല്ലം വെളിനെല്ലൂരിൽ ഇവരുടെ തട്ടിപ്പ് മനസ്സിലാക്കിയതോടെ വ്യാപാരികൾ തന്ത്രപരമായ നീക്കത്തിൽ 2 പേരെ പിടികൂടി പോലീസിലേൽപ്പിച്ചു. കയ്യിൽ ശുചിത്വ മിഷന്റെ പേരിൽ പ്രിന്റ് ചെയ്ത രസീതുമായി കടകൾ കയറി പണപ്പിരിവ് നടത്തിയായിരുന്നു തട്ടിപ്പ്. പിടിയിലായവരിൽ ബലാത്സംഗ കേസിലെ പ്രതിയുമുണ്ട്. നിലമേൽ സ്വദേശി അൻഷാദ്, കിളിമാനൂർ സ്വദേശി അല്ലമീൻ എന്നിവരാണ് പിടിയിലായത്. ശുചിത്വ മിഷന്റെ പേരിൽ പ്രിന്റ് ചെയ്ത രസീതുമായി കടകൾ കയറി പണപ്പിരിവ് നടത്തുകയാണ് ഇരുവരുടെയും പ്രധാന തൊഴിൽ. കഴിഞ്ഞ ദിവസം കൊല്ലം ഓയൂർ റോഡിലുള്ള മാർക്കറ്റിലെത്തിയവർ പരിസരം ശുചിത്വമില്ല എന്ന് പറഞ്ഞ് കച്ചവടക്കാരെ ഭീഷണിപ്പെടുത്തി. ഭീമമായ തുക ഫൈൻ അടയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. വെള്ളിനെല്ലൂർ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് വരികയാണെന്ന് പറഞ്ഞായിരുന്നു വ്യാപാരികളെ ഭീഷണിപ്പെടുത്തിയത്. ഇവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ വ്യാപാരികൾ വെള്ളിനെല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ച് വിവരം അറിയിച്ചപ്പോൾ പഞ്ചായത്തിൽ നിന്നും ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന മറുപടിയാണ് ലഭിച്ചത്. ഇരുവരും തട്ടിപ്പ് സംഘങ്ങളാണെന്ന് മനസ്സിലാക്കിയതോടെ നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഇവരുടെ കൈവശം ദേശീയ പരിസ്ഥിതി സംരക്ഷണ സംഘം എന്ന രസീതുമുണ്ടായിരുന്നു. മുൻപ് ബലാത്സംഗം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ് അല്ലമീൻ എന്ന് പോലീസ് അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊല്ലം. ADM നവീൻ ബാബുവിൻ്റെ മരണമന്വേഷിക്കാൻ തയ്യാറാണെന്ന് CBI അറിയിക്കുമ്പോഴും എന്തിനാണ് സർക്കാർ അതിനെ എതിർക്കുന്നത്? സർക്കാരിന് ആരെയെങ്കിലും സംരക്ഷിക്കാനുണ്ടോ? സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ കുടുംബത്തിനും ചില സംശയങ്ങളുണ്ട്. ഇൻക്വസ്റ്റ് കഴിഞ്ഞാണ് മരണവിവരം അറിഞ്ഞതെന്ന് വ്യക്തമാക്കിയ കുടുംബം ഗൂഢാലോചന പോലീസ് അന്വേഷിച്ചില്ലെന്ന് ആവർത്തിച്ചു. അതിനിടെ നവീൻ ബാബു തൂങ്ങി മരിച്ചതാണെന്ന് വ്യക്തമാക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പുറത്തുവന്നു. ബന്ധുക്കളുടെ സാന്നിധ്യത്തിലല്ല ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയത്. പോലീസ് സംഭവ സ്ഥലത്തെത്താൻ വൈകി. മൊഴി രേഖപ്പെടുത്തുന്നതിൽ കാലതാമസമുണ്ടായി തുടങ്ങി. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ മുന്നോട്ട് വെച്ച വാദങ്ങൾ പൂർണ്ണമായി തള്ളിക്കൊണ്ടായിരുന്നു സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച മറുപടി സത്യവാങ്മൂലം. ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് നവീൻ ബാബുവിന്റെ കുടുംബം. ഇൻക്വസ്റ്റ് കഴിഞ്ഞാണ് മരണവിവരം അറിയിച്ചത്. പോസ്റ്റ്മോർട്ടം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തണമെന്നാവശ്യപ്പെട്ടെങ്കിലും നടപടികൾ പൂർത്തീകരിച്ചത് പരിയാരത്താണ്. ആന്തരികാവയവങ്ങളും സാമ്പിളുകളും രാസപരിശോധനയ്ക്ക് അയക്കാറുണ്ടെങ്കിലും അതുണ്ടായില്ല. ഗൂഢാലോചന പോലീസ് അന്വേഷിച്ചില്ലെന്നും കുടുംബം ആരോപിച്ചു. മരണവിവരമറിഞ്ഞ് 4 മണിക്കൂറിനകം ഇൻക്വസ്റ്റ് പൂർത്തിയാക്കണമെന്നാണ് സർക്കാർ ഉത്തരവെന്നും എന്നാൽ ബന്ധുക്കൾ പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൂരിലെത്തിയത് 15 മണിക്കൂറിന് ശേഷമെന്നുമായിരുന്നു സത്യവാങ്മൂലത്തിലെ പരാമർശം. കൊലപാതകമെന്ന് സംശയിക്കാനുള്ള തെളിവുകളോ സാഹചര്യമോ ഇല്ലെന്നും സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നു. മൃതശരീരത്തിൽ മറ്റു മുറിവുകൾ കണ്ടെത്താനായില്ല. കൊന്നുകെട്ടിത്തൂക്കിയതാണെന്ന് ഫോറൻസിക് വിദഗ്ധർ സംശയം പ്രകടിപ്പിച്ചിട്ടില്ലെന്നും സത്യവാങ്മൂലത്തിലുണ്ട്. അതിനിടെ നവീൻ ബാബുവിൻ്റേത് തൂങ്ങിമരണമെന്ന് വ്യക്തമാക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഉള്ളടക്കവും പുറത്തുവന്നു. എന്നാൽ ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചനയില്ല.
പത്തനംതിട്ട, കൊച്ചി ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അമേരിക്കയിൽ തോക്കുകൊണ്ടുള്ള കൂട്ടക്കുരുതി നിത്യേന കേൾക്കുന്ന സംഭവമാണ്. തോക്ക് നിയന്ത്രണ ബിൽ പാസാക്കിയിട്ടും കൊലപാതകങ്ങൾക്ക് കുറവൊന്നുമില്ല. ഏറ്റവും ഒടുവിൽ അമേരിക്കയെ നടുക്കിയത് ആരോഗ്യ ഇൻഷുറൻസ് കമ്പനിയായ യുണൈറ്റഡ് ഹെൽത്തിൻ്റെ CEO ബ്രയാൻ തോംസന്റെ കൊലപാതകമാണ്. ബുധനാഴ്ച ന്യൂയോർക്കിലെ ഹോട്ടലിൽ വെച്ചായിരുന്നു തോംസന് നേരെ കൊലയാളി നിറവൊഴിച്ചത്. സംഭവം നടന്ന് 3 ദിവസമായിട്ടും പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അമേരിക്കയിലെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികളിലൊന്നായ യുണൈറ്റഡ് ഹെൽത്തിൻ്റെ 50-കാരനായ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ബ്രയൻ തോംസൺ 2 ദിവസം മുമ്പ് ന്യൂയോർക്കിൽ വെച്ച് കൊല്ലപ്പെട്ടതിൻ്റെ ഞെട്ടലിലാണ് അമേരിക്ക. ബുധനാഴ്ച രാവിലെ 6:45 തോംസൺ മാൻഹാട്ടനിലെ ന്യൂയോർക്ക് ഹിൽട്ടൺ മിഡ്ടൗൺ ഹോട്ടലിൽ സ്വന്തം കമ്പനിയുടെ നിക്ഷേപക സമ്മേളനത്തിനെത്തിയപ്പോഴായിരുന്നു സംഭവം. മാസ്കും തൊപ്പിയും ധരിച്ച് പിന്നിലൂടെ എത്തിയ കൊലയാളി പല തവണ നിറയൊഴിച്ച ശേഷം ഇലക്ട്രിക് ബൈക്കിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. കൊലപാതകയെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് ന്യൂയോർക്ക് പോലീസ്. സംഭവം ലോക ശ്രദ്ധയാകർഷിച്ചത് വെടിയുതിർത്ത തോക്കിൽ നിന്നും വീണ ഷെൽ ക്ലേസിംഗുകൾ കണ്ടെടുത്തപ്പോഴാണ്. അവയിൽ ഡിലേ, ഡിനൈ, ഡിഫൻഡ് എന്ന് കോറി വച്ചിരുന്നു. ഇവ ഇൻഷുറൻസ് ക്ലെയിമുകൾ നിഷേധിക്കാൻ കമ്പനികൾ സ്വീകരിക്കുന്ന തന്ത്രങ്ങളാണ്. അതോടെ ചർച്ച വഴിതിരിഞ്ഞു. മുഖംമൂടി ധരിച്ചെത്തിയ ആളോ അയാളുടെ ഉറ്റവരോ അർഹമായ ക്ലെയിം നിഷേധിക്കപ്പെട്ട് ദുരിതമനുഭവിച്ചവരാകാം എന്ന രീതിയിൽ. അതേസമയം തോംസണോടുള്ള വ്യക്തിവൈരാഗ്യമടക്കമുള്ള മറ്റെന്തെങ്കിലും കാരണത്താൽ കൊലപാതകം നടത്തിയ ശേഷം അന്വേഷണത്തിന്റെ വഴി തിരിച്ചുവിടാൻ വേണ്ടിയാണ് ക്ലേസിംഗിൽ ഈ വാക്കുകൾ രേഖപ്പെടുത്തിയത് എന്ന് വാദിക്കുന്നവരുമുണ്ട്. എന്തായാലും പ്രതിയെ ഇനിയും പിടികൂടിയിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. രാസലഹരി ഉപയോഗിച്ച് തിരുവനന്തപുരം പോലീസിന്റെ മുന്നിൽപ്പെട്ടാൽ രക്ഷപ്പെടാമെന്നിനി കരുതേണ്ട. ലഹരി ഉപയോഗിക്കുന്നവരെ കുടുക്കാൻ നൂതന വിദ്യയുമായി തിരുവനന്തപുരം സിറ്റി പോലീസ്. ലഹരി വസ്തുക്കളിലെ രാസപദാർത്ഥങ്ങളുടെ സാന്നിധ്യം കണ്ടെത്താൻ സഹായിക്കുന്ന സാങ്കേതിക സംവിധാനമാണ് സിറ്റി പോലീസിന് ലഭ്യമായിരിക്കുന്നത്. കൂടുതൽ കൃത്യതയോടെ മിനിറ്റുകൾക്കുള്ളിൽ പരിശോധനാ ഫലം അറിയാമെന്നതാണ് ഇതിൻ്റെ സവിശേഷത. മാരക ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടെത്താൻ വിദേശ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഓറൽ ഫ്ലൂയിഡ് ടെസ്റ്റ് സിസ്റ്റമാണ് സിറ്റി പോലീസിന് സ്വന്തമായിരിക്കുന്നത്. MDMA, കൊക്കൈൻ, ഒപ്പിയം, അംഫിറ്റമിൻ, മിഥേൻ ആംഫിറ്റാമിൻ തുടങ്ങിയ രാസപദാർത്ഥങ്ങളുടെ സാന്നിധ്യം അടങ്ങിയ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ കണ്ടെത്തുകയാണ് ഉദ്ദേശം. ലഹരിയുടെ സാന്നിധ്യം കണ്ടെത്താൻ സഹായിക്കുന്ന ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റ് ഉപയോഗിച്ച് ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന വ്യക്തികളുടെ വായിലെ സ്രവം പരിശോധിക്കും. പിന്നെ സംഭവിക്കുന്നതാകട്ടെ ഇങ്ങനെ. പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന സ്രവത്തിൽ ഏതെങ്കിലും രാസപദാർത്ഥങ്ങളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ കണ്ടെത്താൻ സഹായിക്കുന്ന സംവിധാനമാണ് ഡ്രഗ് ഡിറ്റക്ഷൻ അനലൈസറിൽ ഉള്ളത്. ഇതിന്റെ നമ്മൾ ഈ പുതിയതായിട്ട് ഇപ്പോൾ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡിറ്റക്ഷൻ റേറ്റ് വളരെ ഫാസ്റ്റാണ്. ഒരു 5 minutes 4 seconds കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുന്നത് വളരെ ഫാസ്റ്റായിട്ട് റിസൾട്ട് ഇടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്തുള്ള ക്വിക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ്. 15 ലക്ഷം രൂപയാണ് ഈ സാങ്കേതിക സംവിധാനത്തിന്റെ വില. സ്രവ പരിശോധനയ്ക്കുള്ള ഒരു കിറ്റിന് ചെലവാകുന്നതാകട്ടെ 1800 രൂപയും. നിലവിൽ സർക്കാർ ചെലവിലാണ് പരിശോധനയ്ക്കുള്ള കിറ്റുകൾ എത്തിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. പത്തനംതിട്ട പന്തളത്ത് വീട്ടമ്മയെ ക്രൂരമായി മർദ്ദിച്ച കേസാണ് പോലീസ് പട്രോളിൽ പരിശോധിക്കുന്നത്. പണം വാങ്ങിയ കരാറുകാരൻ വീട് പണി പൂർത്തിയാകാത്തത് ചോദ്യം ചെയ്തതിന് കരാറുകാരൻ്റെ പിതാവ് മർദ്ദിച്ചെന്നാണ് പരാതി. 9 മാസം കൊണ്ട് തീർക്കാമെന്ന് കരാർ എഴുതിയ വീടിൻ്റെ പണി 3/4 ഭാഗം എത്തിയപ്പോൾ കരാറുകാരൻ പണി അവസാനിപ്പിച്ചുവെന്നാണ് ആരോപണം. സംഭവത്തിൽ പന്തളം സ്വദേശിനി ശ്രീകുമാരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്.
പന്തളം പൂഴിക്കാട് സ്വദേശി സോമരാജനെതിരെയാണ് പരാതി. സോമരാജന്റെ മകൻ അജി സോമരാജനാണ് ശ്രീകുമാരുടെ വീട് നിർമ്മാണം കരാറെടുത്തത്. 9 മാസം കൊണ്ട് പൂർത്തിയാക്കാമെന്ന് പറഞ്ഞു തുടങ്ങിയ വീടിന്റെ പണി 3/4 ഭാഗമെത്തിയപ്പോൾ നിലച്ചു. വീടിന്റെ രേഖകൾ ചോദിച്ചു ചെന്നപ്പോൾ അജിയുടെ പിതാവ് സോമരാജൻ മർദ്ദിച്ചു എന്നാണ് പരാതി. വസ്ത്രം വലിച്ചു കീറുകയും മർദ്ദിച്ച് താഴെയിടുകയും ചെയ്തതായി പരാതിക്കാരി ശ്രീകുമാരി പറയുന്നു. ഞങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങാനൊക്കത്തില്ല, അതുപോലെ നാണം കെടുത്തിയെന്നും പറഞ്ഞുകൊണ്ടാണ് എന്നെ ഉപദ്രവിച്ചതും പിടിച്ചു തള്ളിയതും ഞാൻ വീണതും എൻ്റെ വസ്ത്രം വലിച്ചു കീറിയതുമല്ല. അവർ അച്ഛനാണ് കൂടുതൽ ചെയ്തത്, ബാക്കി കാര്യങ്ങൾ അവനും ചെയ്തു. അവർ അമ്മ എന്നെ ഒന്നും ചെയ്തില്ല, എന്നെ ഒത്തിരി ചീത്ത വിളിച്ചതേ ഉള്ളൂ. 33 ലക്ഷം രൂപയ്ക്ക് 9 മാസം കൊണ്ട് പൂർത്തിയാക്കാം എന്ന കരാർ വ്യവസ്ഥയിലാണ് വീട് പണി നൽകിയത്. തറയിലെ ടൈല് പണികൾ, അടുക്കളയുടെ പണികൾ, ബാത്റൂമിൻ്റെ പണികൾ എല്ലാം ഇനി ബാക്കിയാണ്. കിട്ടിയ പണത്തിനുള്ള പണികൾ തീർത്തുവെന്നാണ് കരാറുകാരൻ്റെ നിലപാട്. ചടങ്ങിന് മാത്രം ഗൃഹപ്രവേശം നടത്തിയെങ്കിലും താമസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. വീട് പണി തുടങ്ങിയിട്ട് 2 വർഷമായി. 9 മാസത്തെ കാലാവധിയാണ് പറഞ്ഞേക്കുന്നത്. 9 മാസം കൊണ്ട് വീട് പൂർത്തീകരിച്ച് തരണമെന്നും പറഞ്ഞാണ് നമ്മൾ കൊടുത്ത് താക്കോല് തരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ ഇത് ഇത്രയായിട്ട് ഇങ്ങനെ കിടക്കുക. ചെന്ന് വിളിക്കുമ്പോഴൊന്നും അവൻ ഫോൺ എടുക്കത്തില്ല. ഞാൻ ഇതിൻ്റെ ആധാരത്തിൻ്റെ കോപ്പി വാങ്ങിക്കാൻ ചെന്നപ്പോഴും അവൻ വീടിൻ്റെ മുകളിലുണ്ട്. അവൻ എന്നിട്ട് ഒളിച്ചിരിക്കുമായിരുന്നു. സാധനങ്ങളുടെ വില കൂടിയെന്നും തമിഴ്നാട്ടിൽ നിന്നും സാധനങ്ങൾ കിട്ടുന്നില്ല എന്നുമാണ് കരാറുകാരൻ അജി സോമരാജൻ പറയുന്നത്. തൻ്റെ എല്ലാ പണികളും പരസ്പര ധാരണയോടെ ആണെന്നും ആദ്യ പ്ലാനിൽ നിന്നും മാറ്റങ്ങളുണ്ടെന്നും അദ്ദേഹം പറയുന്നു. മർദ്ദിച്ചെന്ന പരാതിയിൽ കേസെടുത്തെന്നും അന്വേഷണം തുടരുകയാണെന്നും പന്തളം സിഐ പറഞ്ഞു. ന്യൂസ് 18 പത്തനംതിട്ട. നമ്മുടെ നാട്ടിലെ കുടുംബങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ സംഭവിക്കുന്നത്. ഭാര്യയെ ഭർത്താവ് കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ, മാതാപിതാക്കളെ മക്കൾ കൊലപ്പെടുത്തുന്ന കേസുകൾ, സഹോദരങ്ങൾ തമ്മിലുള്ള സംഘർഷം, ഇതെല്ലാം പല വീടുകളെയും ചോരക്കളമാക്കുന്നു. പരസ്പരം സ്നേഹവും ആത്മാർത്ഥതയും നഷ്ടപ്പെടുന്നതും സംശയവുമൊക്കെയാണ് പല പ്രശ്നങ്ങളുടെയും കാരണം. ഓർക്കുക, പരസ്പര ബഹുമാനവും സ്നേഹവും നിസ്വാർത്ഥമായ മനോഭാവമുണ്ടെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതങ്ങൾ എത്ര മനോഹരമായിരിക്കും. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.